TMC മൊബൈലിൻ്റെ ഭാഗമായി നടന്ന മോട്ടിവേഷൻ ഇൻസ്ട്രക്ടർ എന്നറിയപ്പെടുന്ന ഫിലിപ്പ് മമ്പാട്ട് വളരെ മനുഷ്യനെ ഇന്ന് വളരെയധികം വഴിപിഴപ്പിക്കുന്നതും വളരെയേറെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതുമായ ലഹരി, ഓരോ ലഹരി ഉൽപ്പന്നങ്ങളും ഏതൊക്കെ തരത്തിലാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത്, അത് എന്തൊക്കെ തരത്തിലാണ് അവരെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കുന്നത്, ഈ ലഹരി ഉപയോഗത്തിലൂടെ സമൂഹത്തിൽ നിന്നും വേർപിരിയുന്നത്, അവരുടെ മരണത്തിന് തന്നെ ഇടയാക്കുന്നത്, നിരവധി കാര്യങ്ങൾ മാതാപിതാക്കൾ വരെ വളരെയധികം മാനസികമായും സമൂഹത്തിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ കൊണ്ടെത്തിക്കുന്നു. ഈ ലഹരി ഓരോന്ന് ഉപയോഗിക്കുമ്പോൾ അതിന് എത്ര മില്ലിഗ്രാം അളവിലാണ് നമ്മളത്ര സ്വാധീനിക്കുക, മില്ലിഗ്രാം അളവാണ് അതിനുള്ളത് എന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെയേറെ വിശദീകരിച്ച് സംസാരിക്കേണ്ട ഫിലിപ്പ് മമ്പാട്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. നടത്തിയ ഈ പ്രോഗ്രാമിനകത്ത് ഡോക്ടർ ദീപക് ചോപ്രയുടെ പ്രഭാഷണം അദ്ദേഹം പറയുന്നത്, ഇത് ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുത്തുന്ന സംഭവമാണ് പറയുന്നത്. ചായ കുടിക്കുന്നവർ എത്ര പേരുണ്ട്? കൈ നോക്കിക്കേ. കുടിക്കാത്തവർ കൈ നോക്കിക്കേ. കുടിക്കാത്തവർ, ചായ കോഫി കുടിക്കാത്തവർ 1 2 3 4 5 6 7 8 എന്താ നോക്ക്. ഈ ചായ കാപ്പി കുടിക്കാത്ത 8 പേരുണ്ട്. ഈ ചായക്കും കാപ്പിക്കകത്തുള്ള മെറ്റീരിയൽ എന്താ പറയുക, കണ്ടന്റ് എന്താ പറയുക? കോഫി. വെരി ഗുഡ്. ഇത് നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്, ആ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് 10%. അവിടെ വണ്ടി നിർത്തോ, ചായ കുടിക്കാൻ ഉണർവ് വരട്ടെ, അത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോ നല്ല പാലൊഴിച്ച് മീഡിയം കടുപ്പത്തിൽ പഞ്ചസാരയൊക്കെ പാകത്തിലിട്ട് നല്ലൊരു ചായ കിട്ടുമ്പോ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു സുലൈമാനി കട്ടൻ ചായ കുടിക്കുമ്പോ കിട്ടുന്ന ആ സന്തോഷത്തിന്റെ തോതുണ്ട്. ലെവൽ ഓഫ് അഡിക്ഷൻ ബ്രെയിനെ, ഇത് അഡിക്ഷൻ നമ്മുടെ ബ്രെയിനെ സ്വാധീനിക്കുന്നത് 10%. അടുത്ത് കേട്ടോ, സിഗരറ്റ് 200%. ആ ശതമാനത്തെ തോത് മനസ്സിലാക്കണേ. 200% ബ്രെയിനെ സിഗരറ്റ് സ്വാധീനിക്കുന്നു, നിക്കോട്ടിൻ. അടുത്ത് ലിക്കർ, മദ്യം 800 to 1500. 800 മുതൽ 1500 വരെ ബ്രെയിനെ മദ്യം, ആൽക്കഹോൾ സ്വാധീനിക്കുന്നു. മാക്സിമം പോയാലും വെള്ളാമണിക്ക് മാറിയിടുന്നു, 40 ദിവസം അല്ലെങ്കിൽ ശബരിമലയ്ക്ക് മാറിയിടും. ആ മണ്ഡലകാലമൊക്കെ നല്ല പ്രാർത്ഥനയും ശരണവിളിയൊക്കെ ആയിരിക്കും. മാറി കൂടി തിരിച്ചു വന്നാ പിന്നെ അയ്യപ്പന് കോശിയോ അല്ലേ? വെള്ളാമണിക്ക് മാറി തിരിച്ച് മൊട്ടയെടുത്ത് തിരിച്ചു വന്നാ പിന്നെ ജൂലൈ പീറ്ററോ. കാര്യം എന്താ? 800 മുതൽ 1500 വരെ ബ്രെയിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ഈ പദാർത്ഥം ഉപയോഗിച്ച് ബ്രെയിൻ ഏത് സമയത്തും ചില സാഹചര്യങ്ങൾ, കൂട്ടുകെട്ട് സാഹചര്യങ്ങൾ, യാത്രകൾ, ആഘോഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല സീനുകൾ, സിനിമകൾ അത് കണ്ടാൽ ബ്രെയിൻ ഇങ്ങനെ കിടന്നിട്ട് പരിപാടി നടക്കും. ആ ഒരു ബഗ് അടിച്ചു കുഴപ്പമില്ല, ബിയറടിച്ചു. ആ കള്ളടിച്ചാണോ കുഴപ്പമില്ലല്ലോ, ബിയറടിച്ചാണോ വല്ലപ്പോഴും അല്ല ബിയർ എന്ന് പറയും. ആ ബിയറടിക്കാൻ പോകും. ലിക്കർ വൃത്തി ബിയറെ പഠിക്കുന്നത്. പിന്നെ ഒരു ബഗ് അവൻ ഫ്രീ എന്നപ്പോ പിന്നെ പഴയ പോലെ. ഇനി അടുത്ത് കേട്ടോണം, ഹാൻഡ്സ്, കൂൾ, പമ്പറ, സ്റ്റിക്കർ ആൻഡ് കഞ്ച 2000 to 3000. 2000 മുതൽ 3000 വരെ ബ്രെയിനെ സ്വാധീനിക്കാൻ ഹാൻഡ്സ് എന്ന് പറയുന്ന 9 ഗ്രാം തൂക്കമുള്ള ആ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന് കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് നിർത്താൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അല്ലേ? തന്റെ കൂട്ടുകാരി, തന്റെ കാമുകി, തന്റെ ഭാര്യ, തന്റെ അച്ഛൻ, തന്റെ ഉറ്റവർ, ഉടയവർ നിർത്തട എന്ന് പറഞ്ഞിട്ട് എന്തേ ഒഴിവാക്കാൻ പറ്റാത്തത്? 2000 to 3000 ബ്രെയിനെ സ്വാധീനിച്ചിരിക്കുകയാണ്. അടുത്തത് 17 തരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉണ്ട്. പെറ്റലിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, MDMA, മെത്താംഫെറ്റമിൻസ്, 3,4 എക്സ്റ്റസി, മാൻഡി പോലുള്ള അതിതീവ്രമായ, ഒരിക്കൽ പോലും തമാശയ്ക്ക് പോലും പരീക്ഷണത്തിന് പോലും ഫസ്റ്റ് ഡോസ് എടുക്കാൻ പാടില്ല എന്ന് വേൾഡ് ഡ്രഗ് അസോസിയേഷൻ, നാഷണൽ ഡ്രഗ് അസോസിയേഷനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാം പറയുന്ന 17 തരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിൽ ഒരുവനെ പോലും നിങ്ങൾ ശ്രദ്ധിക്കരുത്, നോക്കരുത്, ഉപയോഗിക്കരുത്, ഫസ്റ്റ് ഡോസ് എടുക്കരുതേ. എന്താ? 3000 to 6000. 3000 മുതൽ 6000 വരെ ബ്രെയിനെ സ്വാധീനിക്കും. അത് നിനക്ക് നിന്റെ കൺട്രോളല്ല, അൺകൺട്രോളാണ്. ഫിലിപ്പ് മമ്പാട് അത് ഉപയോഗിച്ചിട്ട് എന്റെ കൺട്രോളല്ല. പിന്നെ ഞാൻ വലിയ പ്രഭാഷകനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ വീഡിയോ ചെയ്യുന്ന ആളോ എന്നൊക്കെ പറഞ്ഞ എന്റെ ബ്രെയിൻ സമ്മതിക്കൂല.
വലിപ്പമ്പാടെ ഇന്നലെ കിട്ടിയ സന്തോഷിത, ഇന്നലെ കിട്ടിയ സുഗന്ധ, ഇന്നലെ കിട്ടിയ ഓർമ്മകത. അപ്പൊ ശരീരം അറിയാതെ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് അതെവിടെ നിന്ന് കിട്ടിയോ, ആരാൽ കിട്ടിയോ, എവിടെ വെച്ച് കിട്ടിയോ, ഈ സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു പ്രതിഭാസമുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ, ഒരു പ്രഭാഷണമല്ല നിങ്ങളുടെ പറയണം. ജീവിതത്തിനകത്ത് ഒരു ഇന്റർനാഷണൽ മൈൻഡ് തുടരുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കണം. 756 പേരെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ സ്നേഹ സന്തോഷങ്ങൾ ഏറ്റുവാങ്ങിയ ജീവിത അനുഭവങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. കേരളത്തിൽ ഡ്രഗിന്റെ ലഹരിയുടെ ക്ലാസ് ആയിട്ടൊന്നും ആരും കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ അന്യ ഏട്ടൻ കൂട്ടുകാർ ഇത് നിർത്താത്തെന്താണ്? എന്തുകൊണ്ടാണ് നിർത്താത്തത്? അമ്മ പറയണ്ടല്ലോ, ഈ തുണ്ട് ഒരു നല്ല ചുരിദാറുണ്ടോ, അത് നൈറ്റ് ഉണ്ട്, എനിക്ക് ഒരു പാലുണ്ട്, കമ്പലുണ്ട്, കുടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴേ കെട്ടിക്കാതെ വയസ്സായി വളർന്നൊരു പെൺകുച്ചല്ലേ കുട്ടിക്കൊരു കുടി ഓടുന്ന ഉമ്മാക്കാൻ വന്നേക്കുന്നു. അങ്ങനെ പറഞ്ഞ ഭാര്യ പറഞ്ഞ ഭർത്താവ് കുടി നിർത്തുവോ? ഭർത്താവ് വലി നിർത്തുവോ? അതിനെന്താ? ഈ തലച്ചോർ നമ്മുടെ ബ്രെയിനെ സ്വാധീനിച്ചിരിക്കുന്ന ഘടകം എത്രയാ? മദ്യമാണെങ്കിൽ 800 മുതൽ 1500 വരെ ബ്രെയിനെ സ്വാധീനിച്ചിരിക്കുന്നു. ഹാൻസ് ഫുഡ് പരമ്പരയായി കഞ്ചാവാണെങ്കിൽ 2000 3000 വരെ സ്വാധീനിച്ചിരിക്കുന്നു. സൈക്കോട്രോപ്സസ് MDMA അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനമാണെങ്കിൽ 3000 to 6000 വരെ ബ്രെയിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ഡീലീസ് സെന്ററിൽ കൊണ്ടുപോയി 21 ദിവസം അവിടുത്തെ നിർബന്ധമായ തടവും അവിടുത്തെ സൈക്കാട്രിക് ഇന്റർവെൻഷനും മരുന്നും കിട്ടിയ ഒരു വ്യക്തി സുബോധത്തിലേക്ക് വരുമെന്നുള്ളത് 110 വരെ വരുള്ളൂ മാക്സിമം വരെ. അപ്പൊ ഇവിടെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ചിത്തഭ്രമം പൂണ്ട ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് ഈ ഓഡിറ്റോറിയത്തിൽ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ മെസ്സേജ് അയച്ചാൽ ഈ ഓഡിറ്റോറിയത്തിന്റെ അടിയിൽ ഏതെങ്കിലും ഇലക്ട്രിക് പോസ്റ്റിന്റെ താഴെ കൊണ്ടുപോയിട്ട് ഒരു കവറിൽ എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് അവർ എന്ത് ഗൂഗിൾ പേ നിങ്ങൾ കൊടുത്താൽ മതി. തരുന്നവരെ കാണാൻ പറ്റുന്നില്ല, ഇടനിലക്കാരില്ല. പോലീസിൽ ഡിസ്കഷൻ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പോലീസിന്. ഒരുപാട് മൊബൈൽ ഇഷ്യൂടെ ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഏറിയ പങ്കും ഈ മൊബൈൽ പഠന മേഖലകളിൽ ഏറിയ പങ്കും നല്ല കഴിവുള്ള കുട്ടികളാണ് വരുന്നത്. കാര്യം ടെക്നിക്കൽ മേഖലകളിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ വിഭാവനം ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ മേഖലയാണ് ഈ മൊബൈൽ മേഖല. പക്ഷെ പലപ്പോഴും കണ്ടുവരാറുണ്ട്, എന്താണെന്നറിയാമോ? ഏറിയ പങ്കും കുട്ടികൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ലഹരി വസ്തുവാണ് ഞാൻ ഈ പറഞ്ഞ ഹാൻഡ്സും കൂടും. ഇത് അപകടമല്ല ഞാൻ പറഞ്ഞോ, ഏറ്റവും വലിയ ഭീകരനാണ് ഈ സാധനം. ഈ സാധനം ഏറ്റവും വലിയ ഭീകരനാണ്. ഈ ഒരു ക്യാൻസർ ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാലേ നിർത്താൻ പറ്റില്ല. കാര്യം ഇത് ഉപയോഗിക്കുന്നവരെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാര്യം എന്താ? ഇത് സിഗരറ്റ് പോലെ ഒന്നല്ല. കാര്യം എന്താ? 10:1 എന്ന കേരളത്തിൽ സ്റ്റഡി 10:1 മുറുക്കാൻ കാണുന്നുണ്ടോ? പുറത്തിറങ്ങിയിട്ട് 10 ഒരാളെ മുറുക്കണുള്ളൂ. ഇപ്പൊ മുറുക്കാൻ നിന്നു. ഒരു 20 വർഷം മുമ്പ് ആലോചിച്ചാൽ ഇവിടെ 10 കടയിലും വെറ്റിലേം ബാക്കി നിന്നു. അവിടെ പുറത്തൊക്കെ ചുണ്ണാമ്പ് തേച്ചു നോക്കും. അവിടെയൊക്കെ ഇന്നില്ല ഔട്ട് ഓഫ് ഫാഷൻ. അത് വീട്ടിലെ മുറുക്കാൻ. പണ്ടൊക്കെ എല്ലാ കല്യാണങ്ങൾക്ക് വരുമ്പോ കല്യാണ വീടുകളില് ടേബിൾ ഉണ്ടാവും. ടേബിളിന്റെ മുകളിലത്തെ സിഗരറ്റ് ഉണ്ടാവും, വെറ്റിലേം ബാക്കും ഉണ്ടാവും. മുറുക്കത്തിലൊക്കെ മുറുക്കും. ഇന്നതില്ല, അത് മേടിക്കില്ല. ഇന്ന് 10:2 10ൽ 2 പേരെ സിഗരറ്റ് വലിക്കുന്നുള്ളൂ. 10:2 10:3 10ൽ 3 പേരെ മദ്യപിക്കുന്നുള്ളൂ. 10:4 ഹാൻഡ് സ്കൂൾ പഞ്ചാബ് ഉപയോഗിക്കുന്നുണ്ട്. 10ൽ 4 പേര്. 10ൽ 4 പേര് ഉപയോഗിക്കുന്നുണ്ട്. നോക്ക്, ഈ 4 പേരെ പ്രത്യക്ഷം കാണാൻ പറ്റില്ല. കാര്യം എന്താ? ഇത് ആരും കാണാതെ അല്ലെ എടുക്കുമ്പോ അവിടെ കൂടെ നോക്കുള്ളൂ. കാര്യമൊക്കെ പടഞ്ഞിടും, കവറോടെ നോക്കും അല്ലേ? നോക്കിങ്ങനെ അടുത്തില്ലേ ഞായറാഴ്ച വന്നിട്ടൊക്കെ എല്ലാ സാഹചര്യം റെഡിയാണെങ്കിൽ എല്ലാ ബുദ്ധികളും അല്ലേ? ആഹാ സ്വർഗം കാക്കിയില്ല. KSRTC ബസ് ഇരിക്കുന്നത് വൈറ്റ് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഉറ്റിച്ച് അടിക്കൊണ്ടിരിക്കുന്നു. എന്നെ നോക്കി പാൻസി അടിക്കൊണ്ടിരിക്കുക.
ഇത് വെച്ച് ഉറങ്ങിപ്പോയി. ഒരുത്തട്ട് ഹോട്ടലിൽ കെഡിഡിസിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോ ഇങ്ങനെ ഇതെടുത്തിട്ട് കറിക്കകത്ത് ഇങ്ങനെ മുക്കുന്നുണ്ട്. ഒരട്ടത്ത് മുക്കി ഇങ്ങനെ കൊണ്ടത് അങ്ങോട്ടും കൊണ്ട് നോക്കി ഇങ്ങനെ നിന്നു. അങ്ങോട്ടും കൊണ്ട് നോക്കിയിട്ട് നോക്കുമ്പോ ഇയാൾ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഒപ്പിക്കളെ. ഇവിടെ സാധനം മറന്നുപോയി. ഇത് വെച്ച് മറന്നുപോയി. എന്റെ മുന്നിൽ കൗൺസിലർ മുഴുവൻ പേരും പറയും സത്യസാരം ഉറക്കത്തേക്ക് ഇറങ്ങി പോകും. ഇങ്ങനെ കിടന്ന് ഫോണ് വിളിച്ചോണ്ട് ഓർമ്മ. പിന്നെ ഇവിടൊക്കെ കൊടുക്കുന്ന പഠിച്ചാൽ ചെറിയ പയ്യന്മാർ. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താ അറിയോ? ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ദാമ്പത്യത പരാജയപ്പെടും. ഡെഫിനറ്റ്ലി ദാമ്പത്യ ജീവിതത്തിനകത്ത്, സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ആ പുരുഷൻ അവന്റെ ന്യൂറൽ സിസ്റ്റം മുഴുവൻ ഉണ്ടാവില്ലല്ലോ. ഇത് മെഡിക്കൽ വൈദ്യശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ടതാണ്. ചിന്തകൾ മാറും, കാഴ്ചപ്പാട് മാറും, തൊണ്ട പിടിച്ചൊക്കെ ദേഷ്യം വരും. നാളെ നിർത്താതിരിക്കുന്നത് ഞാൻ വിചാരിച്ചപ്പോ നിർത്തിക്കൂടെ പറയും, നിർത്തൂല. ഇപ്പം ഇത് സത്യം കണ്ടോളൂ. കാര്യം പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാണ് ഞാൻ ചില സ്ഥലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ കയറി ചില സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കും. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ എനിക്ക് ഇവിടെ പറയാനുള്ള സത്യം പദസമ്പത്ത് എനിക്ക് തരേണ്ടതെന്ന് പറഞ്ഞു. അത് സത്യസന്ധമായിട്ടും അതൊരു പരിവർത്തനത്തിലേക്ക് എത്തും. ഡെഫിനറ്റ്ലി. അപ്പൊ നോക്കിക്കോണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഹാൻഡ്സ് വെക്കുന്നവരാണെന്ന് പറഞ്ഞോണ്ടാ പറയാം. അല്ല, ഒരു മൊബൈൽ സമയം ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മൊബൈലിനകത്ത് വീഡിയോ കിട്ടുന്ന TMC മൊബൈൽ ഷൂട്ടർ ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ